വർഗീയ കക്ഷികളെ ഒക്കെ തിരുത്തിക്കൊണ്ട് സഖാവ് പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും വർഗീയ ചാപ്പയടിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത്. കേരളത്തിലെ ബിജെപിയുടെ മുൻ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞു, 35 സീറ്റ് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചാൽ കേരളത്തിന്റെ ഭരണം ബിജെപി പിടിച്ചെടുക്കുമെന്ന്. 2 ദിവസം മുമ്പ് ഒരു മാധ്യമ ചർച്ചയിൽ അതേ സുരേന്ദ്രനോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ, അത് സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തൊരു പൊട്ടത്തരമാണ് താങ്കൾ ചോദിക്കുന്നത്? മറ്റത്തൂര് നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലെ തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്ന പഞ്ചായത്തിൽ ഏതാനും മെമ്പർമാരെ വിജയിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ മുഴുവൻ മെമ്പർമാരും രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന് മറ്റത്തൂര് ഞങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന ഈ കണക്ക് പ്രകാരമാണ് ഞാൻ അന്ന് പറഞ്ഞതെന്ന് ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറയുമ്പോൾ, കേരളീയരായ നാം ഭയത്തോടുകൂടിയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഇതിനെ നിസ്സാരമായി കാണാൻ നമുക്ക് സാധ്യമല്ല. ബീഹാറിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകളിലാണ് കോൺഗ്രസുകാർ ജയിച്ചത്. ആ കോൺഗ്രസുകാർ മൊത്തം NDA പാളയത്തിലേക്ക് പോയി എന്ന വാർത്ത നാം ഓരോരുത്തരും കണ്ടു. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ജയിച്ച കോൺഗ്രസുകാർ പിറ്റേ ദിവസം BJP ആകുന്ന കാഴ്ച ഒന്നടങ്കം സംസ്ഥാന പ്രസിഡന്റുമാർ ഉൾപ്പെടെ ജയിച്ച മുഴുവൻ MLA-മാരും BJP പാളയത്തിലെത്തി പല സംസ്ഥാനങ്ങളുടെയും ഭരണം BJP നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിതാ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തും ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരുകൾ ആവർത്തിക്കുകയാണ്. അതുപോലെയുള്ള കുമരകം പോലെയുള്ള കോട്ടയം ജില്ലയിലെ പല പഞ്ചായത്തിലും BJPക്ക് അനുകൂലമായി കോൺഗ്രസുകാർ ചിന്തിക്കുകയാണ്, കോൺഗ്രസുകാർ വോട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വർഗീയതയെ മാറ്റി നിർത്തുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനത്തെയാണ് ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ ഈ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വർഗീയതയുടെ ചാപ്പയടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിങ്ങൾ നോക്ക്, രാഷ്ട്രീയം പറയാത്ത VD സതീശനും ചെന്നിത്തലയും അതുപോലെയുള്ള കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇന്ന് വർഗീയതയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനോട് മാധ്യമ പ്രവർത്തകർ അവരുമായുള്ള പുതിയ പുത്തൻ കൂട്ടുകാരെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്കടുത്ത തവണ ഭരണത്തിൽ വരണം. 10 വർഷമായി UDF-കാർ പ്രതിപക്ഷത്താണ്. ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ആരെ കൂട്ടിയിട്ടാണെങ്കിലും ആരുമായി സഖ്യം ചേർന്നിട്ടാണെങ്കിലും കേരളത്തിന്റെ ഭരണത്തിലേക്ക് ഞങ്ങൾക്ക് എത്തണം. അതിനാണ് ഞങ്ങൾ എല്ലാവരുമായി സഖ്യം ചേർന്നുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തെ നാം ഒരിക്കലും ഗുജറാത്താക്കാൻ, കേരളത്തെ നാം ഒരിക്കലും ഉത്തർപ്രദേശാക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ന്യൂനപക്ഷ വിരുദ്ധയുടെ ചാപ്പയടിക്കുന്നവരോട് ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ് കർണാടക. കർണാടകയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ സ്നേഹത്തിന്റെ കടയിൽ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത്, ഇന്ന് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്വേഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ദളിതരും ന്യൂനപക്ഷങ്ങളുമായ ഒരുപറ്റം മനുഷ്യർ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ ഒരു ദിവസം അർദ്ധരാത്രി ബുൾഡോസർ രാജിന് വിധേയമാക്കി അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കിയ കാഴ്ച നാം ഓരോരുത്തരും കണ്ടു. ഈ സംഭവം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി
കേരളത്തിലെ സമുദായ രാഷ്ട്രീയത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, KMCCയുടെ നേതാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തുകയാണ്. UPയിലെ ബുൾഡോസർ രാജല്ല കർണാടകയിൽ നടന്നത്. BJP നടത്തുമ്പോൾ ഭീകരമായ ബുൾഡോസർ രാജ്, അത് കോൺഗ്രസ് നടത്തുമ്പോൾ സംയമനത്തിന്റെ ബുൾഡോസർ രാജാകുന്ന ആ സംഭവം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. അർദ്ധരാത്രി പുലർച്ചെ സമയത്ത് ആ ബുൾഡോസറുകളും പോലീസുകാരും ന്യൂനപക്ഷങ്ങളും ദലിതരും പിന്നോക്കക്കാരും അധിവസിക്കുന്ന പ്രദേശത്തേക്ക് കടന്നു വന്ന് ഉറങ്ങിക്കിടക്കുന്ന ആ മനുഷ്യരെ ഡിസംബറിന്റെ തണുത്ത വെളുപ്പാൻ കാലത്ത് മഞ്ഞിലേക്ക് തണുപ്പിലേക്ക് മരം കോച്ചുന്ന തണുപ്പിലേക്ക് പിഞ്ചുമക്കളെയും ഗർഭിണികളെയും രോഗികളെയും വൃദ്ധന്മാരെയും വൃദ്ധകളെയും അടിച്ചു പുറത്താക്കിയ ആ സംഭവം നമുക്ക് മറക്കാൻ സാധ്യമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ആ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ കോൺഗ്രസുകാർ സടകുടന്നെഴുന്നേറ്റു. മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി, മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ചു. എന്തിന്റെ പേരിൽ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ വിഷയം ഏറ്റെടുത്തു എന്ന ഒരൊറ്റ സംഭവത്തിന്റെ പേരിലാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആ സംഭവത്തിൽ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചത്. മാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നു, ഇന്നും ആ പാവപ്പെട്ട സമുദായത്തെ, ആ പാവപ്പെട്ട ദളിതരെ, ആ പാവപ്പെട്ട ദലിത് ക്രൈസ്തവരെ അവരുടെ വീടുകളിൽ അന്തിയുറങ്ങാനുള്ള അവകാശം നൽകാതെ അവർ ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളിൽ വെയിലേറ്റ് മഴയേറ്റ് തണുപ്പേറ്റ് ഇന്നും പ്രയാസപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നു. പിഞ്ചുകുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകം പോലും എടുക്കാനുള്ള അവകാശം നൽകാതെ യോഗിയിൽ, ആ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് നടപ്പാക്കുന്ന അതേ ക്രൗര്യത്തോടെ, അതേ വാശിയോടെ, അതേ ദാർഢ്യത്തോടെയാണ് കോൺഗ്രസുകാർ ബാംഗ്ലൂരിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത് എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, കോൺഗ്രസുകാർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ തിരുത്താൻ സമുദായ പാർട്ടിക്ക് സാധ്യമാകുന്നുണ്ടോ? സാധ്യമാകുന്നില്ല. ചരിത്രത്തിൽ ഒരിക്കൽ പോലും മുസ്ലിം ലീഗുകാർ ഈ സമുദായത്തോട് നീതി കാണിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പാർലമെന്റിൽ മുത്തലാഖ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ സമ്പന്ന മുതലാളിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത ചരിത്രമാണ് കുഞ്ഞാലിക്കുട്ടിക്കുള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ നാം ഓരോരുത്തരും. എവിടെ മുസ്ലിം സമുദായം പ്രയാസപ്പെടുന്നുണ്ടോ, പിന്നോക്കക്കാർ ദളിതർ പ്രയാസപ്പെടുന്നുണ്ടോ, അവരുടെ വികാരങ്ങളോടൊപ്പം അവരുടെ വിചാരങ്ങളോടൊപ്പം നിന്ന ചരിത്രം കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഇന്ത്യ ചരിത്രത്തിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. നിങ്ങൾ നോക്ക്, ഈ കർണാടകയിലെ ബുൾഡോസർ രാജിൽ ആ കോൺഗ്രസിനെ ന്യായീകരിക്കാനാണ് മുസ്ലിം ലീഗുകാർ രംഗത്തിറങ്ങിയത് എങ്കിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒരു വനിതയായ ബൃന്ദ കാരാട്ട്, അറിയില്ലേ പ്രിയമുള്ളവരെ, ഡൽഹിയിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കടകമ്പോളങ്ങളും ബുൾഡോസർ രാജിന് വിധേയമാക്കുമ്പോൾ അവിടെ കടന്നു വന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ പോയി ഈ ബുൾഡോസർ രാജിനെതിരെ ഉത്തരവ് സമ്പാദിച്ചുകൊണ്ട് ആ ഉത്തരവുമായി ബൃന്ദ കാരാട്ട് നേരിട്ട് വന്ന് JCBയുടെ മുമ്പിൽ കൈകൾ രണ്ടും ഉയർത്തി അനുവദിക്കില്ലടാ എന്ന് പറഞ്ഞ് ആ യോഗിയുടെ, ഉത്തർപ്രദേശിലെ യോഗിയുടെ, നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ JCBയുടെ മുമ്പിൽ തന്റെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് നിന്ന ബൃന്ദ കാരാട്ടിനെ കണ്ടിട്ടെങ്കിലും ന്യൂനപക്ഷത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന മുസ്ലിം ലീഗുകാർ മാന്യതയും മര്യാദയും സമുദായ സ്നേഹവും ന്യൂനപക്ഷ സംരക്ഷണവും പഠിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.